സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ചുങ്കം റിയൽ റണ്ണേഴ്സിൻ്റെ നോമ്പ് തുറയാണ്. നമ്മളെ വെട്ടിച്ചിറ ഡ്രീം ലോഞ്ചിലാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. നമ്മൾ ചുങ്കം ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങോട്ട് പോവാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഓഡിറ്റോറിയം ഇതാണ്, വെട്ടിച്ചിറ ഡ്രീം ലോഞ്ചാണ്. അപ്പോൾ നമ്മളെ റിയൽ റണ്ണേഴ്സിൻ്റെ ഫസ്റ്റ് നോമ്പ് തുറയാണ് കേട്ടോ. ഫസ്റ്റ് നോമ്പ് തുറ എന്ന് മാത്രമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളെ ബാപ്പു സാഹിബ് സംഘടിപ്പിച്ച നോമ്പ് തുറയാണ്. ഒരു കാരണവരെ പോലെ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് നമ്മളെ റിയൽ റണ്ണേഴ്സിൻ്റെ കാരണവർ ചുങ്കം ബാപ്പു സാഹിബ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വിട്ടുപോയാന്നറിയില്ല, അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടിക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നതേ റിയൽ റണ്ണേഴ്സിൻ്റെ താരങ്ങളും അവരുടെ കുട്ടികളുമാണ്. അപ്പോൾ നമ്മൾ പരിപാടി കളറാകുന്നുണ്ട്. കുട്ടികളെല്ലാവരും നേരത്തെ തന്നെ വളരെ ഉത്സാഹത്തോടെ ആവേശത്തോടെ എത്തി. നമ്മൾ പരിപാടി അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് കേട്ടോ. ഇവിടെ നമ്മളെ കാരണവർ, നമ്മളെ വാവാജി, ആനുപ്പ, ഇങ്ങനെയുള്ള കാരണന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഫ്രൂട്ട്സ് കട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ബത്തക്ക, മുന്തിരി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പരിപാടി ഇതാ നമ്മളിവിടെ നിരത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വെട്ടിച്ചിറ നമ്മളെ അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ടേബിളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 350 ആൾക്ക് സീറ്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ റിയൽ റണ്ണേഴ്സിൽ 300 ചില്ലാൻ ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ഗൾഫിലാണ്. എന്നാലും നാട്ടിലുള്ളവരിൽ 90% ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപാടി നല്ലൊരു വിജയമായിരുന്നു. ഏതായാലും ഈ പുണ്യ മാസത്തിൽ ഈ നോമ്പ് തുറ നടത്തിക്കൊണ്ട് റിയൽ റണ്ണേഴ്സ് ടീമും ആ പുണ്യം നേടിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഈ പരിപാടി നമ്മൾ വിചാരിച്ചതിലും ഏറെ ഉഷാറായിട്ടുണ്ട്. നമുക്ക് ഒന്നാമത് നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇവിടെ നമുക്ക് ഈ ഓഡിറ്റോറിയം സെറ്റായതുകൊണ്ട് നല്ല സൗകര്യമായി. എല്ലാവർക്കും നല്ല ആവേശം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും എല്ലാം നല്ലൊരു സൗകര്യത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വിജയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട്. ഇവിടെ നമ്മളെ ശിഹാബ് സാഹിബാണ് നമ്മളെ നോമ്പ് തുറക്കുള്ള മുഖ്യ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാരക്കല്ലേ, അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇന്നത്തല അലിയുടെ നേതൃത്വത്തിൽ ചോറ് വിളമ്പൽ നടക്കുന്നുണ്ട്. പിന്നെ ചോറ് വിളമ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ കാലത്തെ കല്യാണത്തിനെ ഓർമ്മിപ്പിക്കുന്ന മാതിരിയാണ്. നമ്മൾ കുത്തിഞ്ഞാണത്തിലാണ് ചോറ് വിളമ്പുന്നത്. കുത്തിഞ്ഞാണത്തിൽ കണ്ടില്ല, അത് കൊണ്ടുവന്ന് കൊത്തുന്നുണ്ട്. അതൊരു രസം വേറെ കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ പഴയ കാലത്തെ കല്യാണത്തിനാകുമ്പോൾ ഒരു കോഴിമുട്ടി ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ചെറീസ് ഉണ്ടാവും. അതിൻ്റെ ഒരു കുറവുണ്ട്. അല്ലാത്തൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശമൊക്കെ ടൈം പറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം എന്താ കുട്ടികളും എല്ലാവരും നമ്മൾ സീറ്റ് ഒക്കെ റിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് തന്നെ, പെട്ടെന്ന് സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് കൂടുതൽ വിജയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ടേബിളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഐറ്റം ജ്യൂസ് ഉണ്ട് കേട്ടോ. മുന്തിരി ജ്യൂസ് ഉണ്ട്, പിന്നെ ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്, പിന്നെ നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ ഫ്രൂട്ട്സ്. സംഗതിയൊക്കെ നല്ല സെറ്റപ്പിലാണ് നടന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്ന എല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഇത് നമ്മളെ ടീമാണ് കേട്ടോ. ഈ ടീമാണ് ഇരിക്കുന്നത്. ഈ ടീമാണിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർ ക്ഷീണിച്ചിരിക്കണം. ഏതായാലും അൽഹംദുലില്ലാ എല്ലാവരും സീറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതായാലും നമ്മളെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താൽ എല്ലാവരും നോമ്പ് തുറക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.
അപ്പോൾ വാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വാങ്ക് കൊടുത്ത് പറക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ജമാൽ കൊച്ചുമോളത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ റാഹത്താണ് നമ്മൾ റിയൽ എർണേഴ്സിൻ്റെ ഈ പരിപാടിക്ക് ഇത്ര നല്ല സപ്പോർട്ടും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പങ്കെടുത്ത് വളരെ ഹാപ്പിയായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ പരിപാടി ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചോറ് എല്ലാവരും കൂടി കഴിക്കണ സമയം ഇതൊന്നും റെക്കോർഡിങ്ങിൽ പെട്ടില്ല. നമ്മൾ നോമ്പറക്കാനിരുന്നല്ലോ. ഈ നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിറക്കണ സമയം എല്ലാവർക്കും ഒന്നിച്ചിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.